ഞാനിവിടെ ഇങ്ങനെ ചില്ലായിട്ട് ഇരിക്കാം. സാറ് പോയി ഒരു സ്കൂട്ടിയിൽ ഇടിച്ചു തട്ടിപ്പിച്ച വണ്ടി കാണിച്ചാ. നിന്റെ ബാക്കിലുള്ളത് അൽത്താഫ്. ഹായ് ഗൈസ്, അൽത്താഫ് നമ്മളെടുക്കാൻ പോണേ? നമ്മളോ കോട്ടക്കൽ. ഇപ്പൊ കോട്ടക്കലല്ലേ? നമ്മള് ഫറാൻക്ക് ഷൂ എടുക്കാൻ വേണ്ടി പിന്നെ അൻവറിന്റെ ഫ്രണ്ടിന് നമ്മള് ഷൂ എടുക്കാൻ പോണേ. ഇതാണ് സൺ ഓഫ്. നമ്മളിവിടെ റമീസിന് ഷൂ എടുക്കാവുന്നതാണ്. നമുക്ക് ഇറങ്ങി നോക്കാം ഗൈസ്. നമ്മള് താറ് പോയി ഒരു സ്കൂട്ടിയിൽ ഇടിച്ചു കയറി. അൻവറായിരുന്നു ഡ്രൈവർ. എന്തെങ്കിലും ഒന്നും പറയാനില്ല, ആ കോൺഫിഡൻസ് ഒന്ന് പോയി കിട്ടി. നന്നായി, ഒരു ഭയങ്കര കോൺഫിഡൻസ്. ബി കെയർഫുൾ, ഇത്ര പറയാമല്ലോ. ഓവർ കോൺഫിഡൻ്റ് ആവാണ്ടിരിക്കുക. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോസ്പിറ്റലിൽ വന്ന് നിർത്തുമ്പോൾ അൻവർ പേടിച്ചിട്ട് ഇങ്ങനെ വിറക്ക മുട്ടൊക്കെ ഇങ്ങനെ ഇടിക്കണ്ടായിരുന്നു അൻവറിന്റെ. ഞാൻ ഫസ്റ്റ് വിചാരിച്ച് കൊടുന്ന ആളെ ഫസ്റ്റ് അതിനേക്കായി മുമ്പ് ഇവരെ കൊണ്ടിട്ടിരുന്ന വിചാരിച്ചു. അജാതി അവസ്ഥയിലായിരുന്നു ഞാൻ. ഇതൊക്കെ വ്ളോഗിൽ വരും. അൻവർ വ്ളോഗൊക്കെ എടുത്തില്ല. എന്ത് പറയാനുണ്ടോ? ഇപ്പൊ പറയാനുള്ള എന്താന്ന് വെച്ചാല് നമ്മൾ എടുത്ത് ചാടി ഒന്നും ആലോചിക്കാതെ ചെയ്യാണ്ടിരിക്കുക. പിന്നെ ശ്രദ്ധിക്കുക, റോട്ടിൽ ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കുക, ഓവർ കോൺഫിഡൻസ് കാണിക്കാണ്ടിരിക്കുക. ഏത് പഠിച്ച ഡ്രൈവർ ആണെന്നുണ്ടെങ്കിലും ഒരു തട്ടം തട്ടിക്കഴിഞ്ഞാൽ ഈ ഇരുത്തായിരിക്കും. ഇടിച്ചു ഉടച്ചു തട്ടിപ്പിച്ച വണ്ടി കാണിച്ചു തരാം. നല്ല ആരും സോറി കണ്ണ് ആ ഫോട്ടോ കൂടെ കൊടുത്തോണ്ട്. അല്ല, നമ്മളൊരു സ്കൂട്ടിട്ട് ഒരാൾ പോയിന്നല്ലോ. ആളെത്തിയ കൂളല്ല സീൻ. ഇവിടെ എത്ര നേരം എന്തല്ലോ പിച്ചു മേം പറയും. ഓനക്കെന്നെ അറിയില്ലോ എന്താ ഒരു ആരാന്റെ വണ്ടി എടുത്തുകാണ്ട് ഒരു ചെങ്ങായിനെ കൊണ്ടുപോയിട്ട് കൊല്ലം കൊണ്ടുപോയിട്ട് കാണ്ട് ഞാനിവിടെ ഇങ്ങനെ ചില്ലായിട്ട് ഇരിക്കാം. ഫ്രണ്ട് കണ്ടിക്കണ തൊള്ള തുറന്ന കാര്യണ്ട്. ഇവനോട് ഫസ്റ്റ് നമ്മൾ പറഞ്ഞു. ഞാൻ അവനോട് ഇങ്ങനെ ചോദിക്കാം പാട്ട് ഈ പാട്ട് ഇതെന്താ ആവാത്ത ചോദിക്കാം. അപ്പൊ ഇങ്ങനെ ഫുള്ള് ഫോണ് നോക്കിക്കാണ്ടാണ് അവൻ പറയണത്. എന്നിട്ട് അയാളെ കൊണ്ടുപോയി കേറ്റി അയാളെ മേത്ത് കേറ്റിട്ട് പിന്നെ കേറ്റി അയാളെ മേത്തിട്ട്. എന്തേ പറയണ്ട? ഒന്നുമില്ല, ഇജാണിന്റെ ശ്രദ്ധ ചോദിച്ചേ. ഞാൻ ശ്രദ്ധ ഒന്നുമില്ല. എങ്ങനെയിരുന്നു പറഞ്ഞേ? അത് ഭയങ്കര ഷൈ ആണ്. ക്യാമറ ഭയങ്കര ഷൈ ആണ്. സ്നേഹം കിട്ടാ. പക്ഷെ വേറൊരു സ്നേഹമുണ്ട് ഫറാന്. എല്ലാ കാര്യങ്ങളും ഡീലാക്കും. അതെ, ഓൻ ഭയങ്കര മെച്ചോർഡ് അല്ലേ? അൻവർ ഈ കാണുന്ന തൊള്ളുള്ളൂ കേട്ടാ. തീരെ മെച്ചൂരിന്റെ പ്രശ്നമല്ല, ഭയങ്കര പേടിത്തൂറിയാണ്. പേടിയുണ്ടല്ല, അതൊരു ആക്സിഡന്റ് പറ്റിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഓരോ സിറ്റുവേഷൻ അങ്ങനെ ആവും. അൽത്താഫ് അങ്ങനല്ലേ? അൽത്താഫേ, വണ്ടി തട്ടിയാലും നമ്മള് ചില്ലാക്കി എടുക്കുക, നൈസായിട്ട് എടുക്കുക. തൊട്ടുമുട്ടും അതൊന്നും പ്രശ്നമില്ല. എന്താ നമ്മളിപ്പോ ചായ കുടിച്ചിട്ട് വർക്ക്ഷോപ്പിൽ കൊണ്ടിടാൻ പോകണം. ഓരോ വണ്ടി ഫുൾ ഡീൽ നമ്മൾ ഏറ്റും. ഒരു ഹോസ്പിറ്റലിൽ ഫുൾ ഏറ്റും. ഹോസ്പിറ്റലിൽ അവർക്ക് എന്തെങ്കിലും കുറവുണ്ടായിരുന്നോ? ഒരു കുറവില്ലല്ലോ. നമ്മളിങ്ങനെ എന്താ വേണ്ടിച്ചാൽ ഇങ്ങനെ ചെയ്യുക. ആദ്യം എക്സ്റേ, പിന്നെ എന്തൊക്കെയാ ചെയ്തവര്.
അറിയില്ല. അയാൾ എന്തൊക്കെയാ ചെയ്തിക്കണ എനിവേ ചെയ്തു. നമുക്കൊന്നും വിഷയമല്ല, നമ്മൾ ഓരോ സേഫ് ആക്കുക. കാരണം നമ്മളെടുത്ത തെറ്റ് നമ്മൾ നൈസായിട്ട് പ്ലാങ്കി വിട്ടാണ് ഓരെ. നല്ല അടി അടിച്ചിട്ടുണ്ടോ, ഒരടി അടിച്ചു പോരാത്തിന് രണ്ടാമത്തെ അടിച്ച്. എംഷിയപ്പ് എങ്ങനെയുണ്ട്? നല്ല ഇതല്ലേ. ഞാൻ ശരിക്കും ഇന്ന് മംഗലാപുരത്തേക്ക് രാവിലെ പോവാൻ വേണ്ടിട്ട് ബാഗൊക്കെ ഇട്ട് റെഡി ആയി നിൽക്കുമ്പോ ഒരു നായ്ക്ക് വിളിക്കണ്ട്. ഇവിടെ ജംഷൻ പോവല്ലേ, നമുക്ക് എവിടേക്കേലും പോവാ. വന്നേ കേറി. പിന്നെന്തായി കോട്ടക്കൽ പുത്തൂർ വെച്ച് ഒന്നും ഓർമ്മയില്ലല്ലേ എല്ലാം. എന്താ ആ നിമിഷം എങ്ങനെയുണ്ടെന്ന് ഓർക്കാൻ ജീവിതത്തിൽ മറക്കും ഈ സിറ്റുവേഷൻ. അങ്ങനല്ലേ രസമായി സംഭവം ഒരു വൈബുണ്ട്. അതെ അതെ. അങ്ങനല്ല കയ്യിൽ നിന്ന് കുറച്ച് പൈസ പൊട്ടും, പക്ഷെ ഒരു മറക്കാൻ പറ്റാത്തൊരു ഇതായില്ലേ, രസമുണ്ടായിരുന്നു. അപ്പൊ ശരി, അടുത്ത തട്ടുമായി വീണ്ടും വരും. വണ്ടി എന്റെ അടുത്ത് നിന്ന് ലൈഫിൽ ആദ്യമായിട്ടുള്ള തട്ടുന്നത് ഞാൻ ഇന്നലെ കൊറേ സങ്കടപ്പെട്ടിരുന്നല്ലോ. എന്റെ അടുത്തായിട്ട് ഞാൻ റിവേഴ്സ് ഇട്ട് എല്ലാരും ബാക്ക് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആരെടുത്ത് തട്ടി ടേയ് ടേയ് ഇന്നലത്തെ മാതിരി ടേയ് അങ്ങനെയല്ല കൊണ്ടേ നോക്ക് അൽത്താഫ് അടിച്ചിട്ടാണിത്. ഏതാ അടിയാറ് ഇത്.